നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ, എന്നോടൊപ്പം ഉള്ളത് VKR മോഹൻ. ഇപ്പോൾ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് പിണറായി വിജയന് ശേഷം ആരായിരിക്കും എത്തുക? ഇപ്പോൾ പിണറായി വിജയന്റെ ആരോഗ്യസ്ഥിതി, ഇപ്പോൾ ഭരണം LDF-നാണ് കിട്ടുന്നത് എങ്കിൽ പിണറായി വിജയന് ഈ 5 വർഷവും തികച്ചു ഭരിക്കാനായിട്ടുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടാകുമോ? ഇപ്പോൾ തന്നെ സ്റ്റേജിലേക്ക് വരുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ്. 99-ാമത്തെ വയസ്സിലും അച്യുതാനന്ദൻ വേദിയിലേക്ക് ഓടിക്കേറി വരുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയായിരിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്രയും വിദഗ്ധമായ ചികിത്സ അദ്ദേഹത്തിന് അമേരിക്കയിൽ പോയി ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് പറയും, പിണറായിക്ക് ശേഷം ആരും വേണ്ട, ആ രീതിയിലാണ് അവർ കഴിഞ്ഞ. അല്ല, ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാരും BJP-ക്കാരും LDF-കാരും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് CPM-കാർക്ക് ആരും വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ സംഘടനാ സംവിധാനം വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞാൽ ഡെമോക്രസി എന്നുള്ള വാക്ക് എന്താണെന്ന് അവർക്കറിയത്തില്ല. ഒരു 15 വർഷം മുമ്പ് CPM-ൽ ഉണ്ടായിരുന്ന ഒരുപറ്റം നേതാക്കന്മാരുടെ പേര് നമ്മൾ നോക്കിയാൽ കുറേ പേര് MP രാഘവൻ്റെ കൂടെ പോയി, CPM-നെ പോലുള്ളവർ MP രാഘവൻ്റെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ട് പോലും സമ്പത്തുണ്ടായിരുന്നു, അവിടെ കോഴിക്കോട് പ്രദീപ് കുമാർ ഉണ്ടായിരുന്നു, മറ്റേ രവീന്ദ്രനാഥ് ഉണ്ടായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് ഇവരെല്ലാം ഒന്നുമല്ലാതാക്കി എല്ലാത്തരം അഴിമതി ചെയ്യുന്നതിനും പിണറായി വിജയനോട് ഒട്ടി നിൽക്കുന്ന, പിണറായി വിജയന്റെ വായിക്കന്നെ എതിർവായില്ല, തിരുത്തലുകളൊന്നും ഇല്ലാത്ത രീതിയിൽ പറയുന്ന ഒരു പറ്റം അടിമക്കൂട്ടങ്ങളെ കൊണ്ട് CPM-നെ നടത്തി. ഒരു പാർട്ടിയുടെ വളർച്ചയ്ക്ക് യുവാക്കളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതല്ലേ രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. തനിക്ക് ശേഷം ഒരു നിര ആൾക്കാരെ സൃഷ്ടിച്ച് മുന്നോട്ട് വെക്കുന്നതല്ലേ ഏറ്റവും നല്ല കാര്യം. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അതിപ്പോൾ പിണറായി വിജയൻ ചോദിച്ച എല്ലാ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കരുണാകരന്റെ കാലത്ത് വളർന്നു വന്ന നേതാക്കന്മാർ ഇപ്പൊ പിന്നീട് പിന്നിൽ നിന്ന് കുത്തിയെങ്കിൽ പോലും രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഇവരെല്ലാം കരുണാകരൻ പേഴ്സണലായിട്ട് വളർത്തിയിട്ടുണ്ട് തന്നെ പറയാം. കാർത്തികേയൻ എല്ലാം ഉൾപ്പെടെ ആൾക്കാരുണ്ട്. അതുപോലെ നയനാറിന്റെ കാലത്തും അതിനുശേഷവും അച്യുതാനന്ദന്റെ കാലത്തൊക്കെ വളർന്നു വന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ അതിന് പകരം പിണറായി വിജയന്റെ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ആണായിട്ടൊരാളുടെ പേര് പറയാം. സ്വരാജ് പോലും മറ്റേ അച്യുതാനന്ദനെ വിട്ടു നിർത്താൻ വേണ്ടി ഉപയോഗിച്ച ആയുധം ഒരു കോടാലി കൈയായിരുന്നു. പിണറായി വിജയന്റെ കോടാലി കൈയായിട്ടാണ് ആ മനുഷ്യൻ ആക്ട് ചെയ്തത്. അച്യുതാനന്ദനെ പറ്റി ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ് സ്വരാജ്. അതാണ് പിണറായി വിജയന്റെ സ്റ്റോക്ക് യുവജന ഏറ്റവും പ്രധാനപ്പെട്ട ബ്രീഡ്. എങ്ങനെ നന്നാവും പാർട്ടി? പ്രദീപ് കുമാറിനെ, കോഴിക്കോട് പ്രദീപ് കുമാറിനെ പറ്റി ഇനി എന്തെങ്കിലും വിഷയങ്ങളിൽ ആധികാരികമായിട്ട് സ്വരാജിനേക്കാളൊക്കെ നന്നായിട്ട് സംസാരിക്കുകയും തർക്കിക്കാനും വസ്തുതകളും ജനങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന വേറൊരു നേതാവാണ് സമ്പത്ത്. സമ്പത്തിനെ ഇവരെയൊക്കെ എങ്ങനെ നശിപ്പിക്കണമെന്നും ഇവരുടെ ദൗർബല്യങ്ങൾ എന്താണെന്നും അത് മനസ്സിലാക്കി ഇവരെ ചെളിക്കുണ്ടുകളിൽ ചാടിക്കാനുള്ള എല്ലാ സൗകര്യവും പിണറായി വിജയൻ ചെയ്തു കൊടുത്തു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഇപ്പോഴും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട അമ്മയായിട്ട് തന്നെയാണ് അവർ തുടരുന്നത്. അവർക്ക് കൃത്യമായ ഒരു സീറ്റ് കൊടുക്കാതെ അവർക്ക് അവിടെ പോയി ജയിച്ചു വരൂ എന്ന് പറയാൻ ഒരു യുവാവല്ലോ. ഒരു യുവാവിനോട് പറയാം, നീ അവിടെ പോയി മത്സരിച്ച് ജയിച്ചു വരൂ, അവിടെയാണ് നിന്റെ കഴിവ് കാണിക്കേണ്ടത്. ആ സ്ത്രീ കഴിവ് കാണിച്ച സ്ത്രീയാണ്. അവരെ വീണ്ടും ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലത്തിലേക്ക് കൊണ്ടു നിർത്തുമ്പോൾ ആ ഒരു നേതാവിനെ കൂടെ അവിടെ നമ്മൾ അപകീർത്തിപ്പെടുത്തുകയല്ലേ. ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പാർലമെന്റിൽ കൊണ്ടുവന്ന് നിർത്തി പരാജയപ്പെടുത്തി അതിനുശേഷം വീണ്ടും ഒരു പരാജയം കൂടി അവർ ഏറ്റുവാങ്ങുന്നവർ കൂടി ഇവിടെ രാഷ്ട്രീയ വനവാസത്തിന് അവർ കൊണ്ടുവരത്തില്ല സാർ. ഈ വിവിധ പാർട്ടികളിൽ ചില പാരലൽസ് കാണും, സമാന്തരങ്ങൾ കാണും. UDF-ലെ K മുരളീധരനും CPM-ലെ ശൈലജയ്ക്കും ഏറെക്കുറെ ഒരേ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഇവർക്ക് രണ്ടുപേർക്കും സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരെക്കാൾ നിലവിലുള്ള പല നേതാക്കന്മാരെക്കാൾ തലയെടുപ്പുണ്ട്. ആ തലയെടുപ്പുകൊണ്ട് നാളെ ഞങ്ങൾക്ക് ഇവർ ഭീഷണിയാകുമെന്നുള്ള സംശയം മറ്റു നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് ഇവരെ എങ്ങനെ ഒഴിവാക്കാവുന്ന ഗവേഷണം നടത്തുകയാണ് മറ്റു നേതാക്കന്മാർ. അത് മുരളിയുടെ കാര്യത്തിലും ശരിയാണ്, ശൈലജയുടെ കാര്യത്തിലും ശരിയാണ്. ഇനി ഓരോ രംഗത്ത് കഴിയുന്തോറും നേതാക്കന്മാരെ കോൺഗ്രസിൽ ഉണർത്തിയാൽ എങ്ങനെയെങ്കിലും വേറെ ഒരു ഗ്രൂപ്പിന് മാറി അടുത്ത ഗ്രൂപ്പിൽ ചെയ്യും. A ഗ്രൂപ്പിന് മാറി I ഗ്രൂപ്പിന് മാറി തിരുത്തൽവാദി എന്ന് മാറി ശശി തരൂരിൻ്റെ ഗ്രൂപ്പ്, ശശി തരൂരിന് മാറി KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ്. CPM-ൽ പിണറായി വിജയന്റെ ഗ്രൂപ്പിന് മാറി പോകാൻ ഒരു ഗ്രൂപ്പില്ല. അവർ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്നുകിൽ അടിമയായി ജീവിക്കുക, അല്ലെങ്കിൽ പാർട്ടി വിട്ട് പുറത്തു പോകുക. പാർട്ടി വിട്ട് പുറത്ത് എങ്ങോട്ട് പോകാനാ? ഇപ്പോഴാണ് ഇപ്പൊ TK ഗോവിന്ദനെ ഈ വിമർശനം അനുഭവിക്കാത്തതുകൊണ്ട് എത്ര കൊല്ലായി, കുഞ്ഞികൃഷ്ണൻ ഈ വിമർശനം അനുഭവിക്കാത്തതുകൊണ്ട് എത്ര കൊല്ലായി, സുധാകരൻ 69 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നടുവ് തുറന്ന് ഒന്ന് പ്രതിഷേധിക്കാൻ ഇവർക്ക് സാധിക്കുന്നത്. അത് ആ പാർട്ടിയുടെ ചട്ടക്കൂട് അടിമ രീതിയിൽ അടിമ സംസ്കാരത്തിൽ വളർത്തിയെടുത്തിരിക്കുന്ന നേതൃത്വപരമായ ഒരു ചട്ടക്കൂടുള്ളത് കൊണ്ടാണ് ഇവർക്ക് മിണ്ടാൻ പറ്റാത്തത്. സുധാകരൻ്റെ കാര്യം ആലോചിക്കും. ഇത്രയും അഴിമതി രഹിതനായ അല്ലെങ്കിൽ പോരാടാൻ മനസ്സുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആലോചിച്ചു. അത് ആലപ്പുഴയിൽ സുധാകരൻ എന്താ സാധിച്ചത്? കോട്ടയത്തേക്ക് പോയാലും സുരേഷ് കുറുപ്പ് ഉണ്ടായിരുന്നു. സുരേഷ് കുറുപ്പിന് എന്ത് പറ്റി? കൊള്ളാവുന്നവരെല്ലാവരും തടഞ്ഞു. എല്ലാവരും 1, 2, 3, 4 എണ്ണിനെ വെട്ടുന്നവരെ വെട്ടി. മറ്റേ എം മണി പറയുന്നത് പോലെ 1, 2, 3 അങ്ങ് കേജി. ഞാൻ ഏറ്റവും സർപ്രൈസ് ആയിട്ട് നോക്കിയ സമ്പത്തിനെ പറ്റി ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പോയില്ല, കളഞ്ഞു. അത് വാഴ വെട്ടുന്നവരെ വെട്ടിക്കളയത്.
പക്ഷെ സമ്പത്തിന് പിന്നെ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു പരാജയപ്പെട്ടതല്ലേ? അല്ല, അത് ഇപ്പോൾ കോൺഗ്രസിലാണ് അങ്ങനെ എത്ര പേർക്ക് ഇപ്പോൾ കൊടുത്തു. തിരുവനന്തപുരം അതിനുശേഷം അദ്ദേഹത്തെ കേന്ദ്രത്തിലേക്ക് വിട്ട് കേന്ദ്രത്തിലേക്ക് വിട്ടവരുടെ ഒക്കെ സ്ഥിതി തന്നെ ഒരുമാതിരി കൊള്ളാവുന്നവരൊക്കെ ആദ്യം ചെയ്യുന്ന കേന്ദ്രത്തിലേക്ക് വിടും. കൊള്ളരുതാത്തവരെയും വിടും, MAB പോലുള്ളവരെയും വിടും. MAB വിടുന്നാൽ പാർട്ടി കേരളത്തിൻ്റെ സംസ്ഥാന ഘടകങ്ങളിൽ ഒരു ബീയിങ് എ ക്രിസ്ത്യൻ കുറേ അപ്പർ ഹാൻഡ് കിട്ടും എന്നുള്ള സാധ്യതയുള്ളതുകൊണ്ട് കേന്ദ്രത്തിൽ പോയാൽ യാതൊരു ശല്യവും ചെയ്യലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് MAB പാർട്ടിയുടെ സെക്രട്ടറി ആയാലും പിണറായി വിജയൻ സമ്മതിച്ചത്. അതൊരു സത്യമാണ്. ഇനി വെട്ടി നിരത്താൻ ഇവർക്ക് ആളുള്ളൂ. നേതാക്കന്മാരെ ഇപ്പോൾ TK ഗോവിന്ദന് ഇപ്പോൾ പുതിയ പേരാണ് നമുക്കില്ലേ, കേട്ടിട്ടുണ്ടോ? കുഞ്ഞികൃഷ്ണൻ്റെ പേര് നമ്മൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. സുധാകരൻ്റെ പേര് പണ്ടും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഓരോ നേതാക്കന്മാരായിട്ട് രംഗത്തേക്ക് വന്നാൽ നമ്മുടെ കോൺഗ്രസിൽ നിന്ന് പോയുള്ള സ്ഥിതി തന്നെ കൊണ്ടുപോയതാരെ KV തോമസിന് വളരെ സ്ഥിതി ഉണ്ടായി. ആശയപരമായോ നേതൃത്വപരമായോ ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റാത്തവരാണ് കോൺഗ്രസിന് പോയത്. KV തോമസ് കൊണ്ടൊരു സംഭവം ഒരു എഫക്റ്റും ഉണ്ടായില്ല. അതേസമയം സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന ഇഷ്യൂസുണ്ട്, KV കുഞ്ഞികൃഷ്ണൻ വയ്ക്കുന്ന സംഘടനാ പ്രശ്നങ്ങളുണ്ട്. അപ്പുറത്ത് അങ്ങോട്ട് മാറി TK ഗോവിന്ദൻ ഇത്രയും കാലം കണ്ട് മടുത്ത ഏറ്റവും വലിയ CPMൻ്റെ കൊള്ളയുടെ ദൃക്സാക്ഷിയായിട്ട് ഇപ്പോഴാണ് അതിനോട് പോരാടാൻ തയ്യാറായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3-4 പേരും മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 4 പേരുടെയും കഴിവ് നാളെ പാർട്ടിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ മൂല്യങ്ങൾ രണ്ടാമത് കെട്ടിപ്പടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറ്റുന്നില്ലെങ്കിൽ CPMൻ്റെ ഗതി നമ്മൾ ബംഗാളുമായിട്ട് ത്രിപുരയായിട്ടൊന്നും താരതമ്യപ്പെടുത്തേണ്ട, അതിനേക്കാൾ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ തന്നെ നമുക്ക് തരാൻ കൊടുത്തു. CPM ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളുടെ ഗതി പോലെ എൻ്റെ സംസ്ഥാനത്തിനാവാൻ പാടില്ല. ഞാൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ധാരാളം അണികളെയും ധാരാളം നേതാക്കന്മാരെയും സൃഷ്ടിച്ച് വേണം ഞാൻ ഈ കസേര ഒഴിയാനെന്ന് തീരുമാനിക്കേണ്ട ആൾ എന്തുകൊണ്ടാണ് ഇപ്പം എത്ര പേർക്കാണ് സീറ്റ് കൊടുക്കാതിരുന്നു എന്ന് സാർ എന്നോട് പറഞ്ഞത്? നമ്മൾ പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന മുഖം സുരേഷ് കുറുപ്പിൻ്റെ മുഖമാണ്. നാളെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പൂർണ്ണമായി വെട്ടിനിരത്തി, പകരം വാസവനെ കൊണ്ടുവന്നു. അതെന്തിനാണ് കൊണ്ടുവന്നെന്ന് നമുക്കറിയില്ല. പക്ഷേ സുരേഷ് കുറുപ്പിൻ്റെ സൗമ്യ മുഖം തിരുവിതാംകൂറിൽ ഇടതുപക്ഷത്തിന് ഒരു മാനുഷിക മുഖം നൽകി. ആ ബെനിഫിറ്റ് ക്രമത്തിൽ പാർട്ടിയുടെ നേതാക്കന്മാർ സുരേഷ് കുറുപ്പിൻ്റെ ഈ വളർച്ച ഇഷ്ടപ്പെടാത്ത നേതാക്കന്മാർ, പേര് പറയാം വാസവൻ ഉൾപ്പെടെയുള്ളവർ, സുരേഷ് കുറുപ്പിനെ വെട്ടിനിർത്തുന്നതിൽ മുന്നിൽ നിന്നു. ഹക്സർ ഇടതുപക്ഷത്തേക്ക് മാറി RSPയുടെ ഭാഗമായി. സമ്പത്ത് ഇടതുപക്ഷത്ത് വന്ന യുവജന നേതാക്കളിൽ ഏറ്റവും പ്രഗത്ഭം കഴിവ്, സംഘടനാശക്തി, ആശയപരമായ വ്യക്തത, വസ്തുതകൾ വിശദീകരിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ് സമ്പത്തിന് ഇപ്രാവശ്യം സീറ്റ് കൊടുക്കാമായിരുന്നു, എങ്ങും എത്തിക്കാതെ വിട്ടു. പിന്നെ രണ്ടാമത് സുകന്യ എന്ന് പറഞ്ഞൊരു SFIയുടെ നേതാവുണ്ടായിരുന്നു തളിപ്പറമ്പിൽ. സുകന്യ മത്സരിച്ചിരുന്ന ഇത്തവണ എന്ത് വന്നാലും ജയിക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ SFIക്ക് വേണ്ടി ത്യാഗം ചെയ്ത, നമ്മുടെ സിന്ധുജീവിയേക്കാൾ കൂടുതൽ ത്യാഗം ചെയ്ത ഒരു വനിതാ നേതാവാണ് സുകന്യ. തലയൊക്കെ തല്ലി പൊട്ടിക്കപ്പെട്ടതാണ്. അപ്പോൾ സുകന്യ ഒരു നേതാവായിട്ട് വന്നു. രണ്ടാമത് പ്രദീപ് കുമാർ, കോഴിക്കോട്, പ്രധാനപ്പെട്ട ആളായിരുന്നു. നമ്മുടെ ചിന്താ ജോറോവിനെ നമ്മൾ അവഗണിക്കേണ്ട അറിയപ്പെടുന്ന ആളായിരുന്നു. സീറ്റ് കൊടുത്തില്ല ഇപ്രാവശ്യം സീറ്റ് കൊടുത്തു. ഷംസീറുണ്ട്, സ്പീക്കറായിട്ടിരുന്നിട്ട് വലിച്ചു താഴിടുക ഇത് ഷംസീറിനെ ഇല്ലാതാക്കി. നിരത്തുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇല്ലാതാക്കുക, മുരടിപ്പിച്ച് കളയുക. എന്നാ പറയുക, ചൂടുവെള്ളം ഒഴിക്കുക എന്ന് പറയില്ലേ, തളർത്ത് വരുന്ന നാമ്പയിൽ ചൂടുവെള്ളം ഒഴിക്കുന്ന പരിപാടിയാണ് ഇവരുടെ കാര്യത്തിൽ CPM സ്വീകരിച്ചത്. ശ്രീരാമകൃഷ്ണനോട് പോയി കേരളം കണ്ടതിൽ എല്ലാ പാർട്ടികളിലും പെട്ട യുവജന നേതാക്കന്മാരിൽ ഏറ്റവും മെറിറ്റുള്ള ആളായിരുന്നു സമ്പത്ത്. തിരിച്ച് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും സ്വരാജിന് സീറ്റ് കൊടുത്തില്ല. പക്ഷേ സ്വരാജിനെ ചെറുപ്പക്കാരുടെ രീതിയിൽ കൂട്ടണ്ട, വൃദ്ധൻ മാനസികമായും വാർദ്ധക്യം ബാധിച്ച ഒരു നേതാവാണ് സ്വരാജ്. വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ ഇങ്ങോട്ട് പകരം കൊടുത്ത് രാജീവിനും രാജേഷിനും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്വരാജിൻ്റെ കാറ്റഗറി പറഞ്ഞാൽ പിണറായി വിജയൻ്റെ വിധേയന്മാരെ പോലെ പ്രവർത്തിക്കാൻ റെഡിയാണ്. വേറെ ചെറുപ്പക്കാരുണ്ടായിരുന്നവരെ മുഴുവൻ മാറ്റി യുവജന രംഗത്തേക്ക്, SFIയുടെ രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ സംഭാവന ചെയ്തിരിക്കുന്ന ഒരു കോളേജാണ് മഹാരാജാസ് കോളേജിൽ നിന്ന് SFIയുടെ കോട്ടയാണ്. അവിടുന്ന് എത്ര ചെറുപ്പക്കാർ രാഷ്ട്രീയ രംഗത്ത് MLA ആയിട്ട് വന്നിട്ടുണ്ട്. ആകെ വന്നിരിക്കുന്നൊരു തോമസ് ഐസക്, ഇപ്പോഴല്ല, ഒരു 10-20 വർഷം മുമ്പ്. മഹാരാജാസ് കോളേജിൻ്റെ പശ്ചാത്തലത്തിൽ വില വന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് വന്നിട്ട് ആ രീതിയിലാണ് വന്നത്. ഞാൻ ഏറ്റവും മനസ്സിൽ ഓർക്കുന്ന പ്രദീപ് കുമാറിൻ്റെ പേരോർക്കും, ശ്രീരാമകൃഷ്ണൻ്റെ പേരോർക്കും. അവരെല്ലാം പിന്നെ ഓരോ വെട്ടുവീഴ് ചെന്ന് ചാടുകയും ചെയ്യും. മറിച്ച് ഈ ചെറുപ്പക്കാരുടെ സഹായം ഇല്ലാതെ, അല്ല ഇത്തരം ചെറുപ്പക്കാരെ വളർത്തിയെടുക്കാതെ CPMും റിയാസും റഹീമും കൂടെ വിചാരിച്ചാൽ, പേര് മതപരമായി പറയുന്നതാണ്, അങ്ങനെ കൂട്ടിക്കും. എന്നാൽ പോലും ഇവർ 3 പേരും കൂടെ വിചാരിച്ചാൽ ഈ പ്രസ്ഥാനം നന്നാകുമെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഒരു പുതിയ ഇൻപുട്ട് പരിപാടിക്ക് കൊടുക്കാൻ പറ്റും. കഴിഞ്ഞ 10 വർഷമായിട്ട് SFIക്കോ DYFIക്കോ കേരളത്തിലെ ചെറുപ്പക്കാരെ ചലിപ്പിക്കുന്നൊരു മൂവ്മെൻറ്റ് നടത്താൻ പറ്റും. മറ്റേ ആലോചിച്ച കഴിമതി എടുത്ത ചങ്ങല എത്ര കാര്യങ്ങൾ നടത്തി. ഭരണം ഉള്ളപ്പോഴും അവർ ചെയ്യുമായിരുന്നു, ഇന്ന്
എത്ര സംഭവങ്ങളിൽ ഒരു നിശബ്ദരാണ്. തിരുവായ്ക്ക് എതിർവായി ഇല്ല എന്ന രീതിയിൽ അവരും ഓച്ചാനിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് പിണറായി വിജയന്റെ കാല് തൊട്ട് വന്നിച്ച് അവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള ബോധ്യം വന്നവർക്കല്ല. നാളെ ഒരു സീറ്റ് വെച്ച് നീട്ടിയാൽ വാങ്ങിക്കാമല്ലോ. ഏറ്റുമാനൂർ അമ്പലത്തിൽ ഒരു പരിപാടിയുണ്ട്, അടിമ കിടത്തുക. അവിടെ വഴിപാട് തരും, കുട്ടികൾ ഉണ്ടാകാതിരിക്കും കഴിഞ്ഞാൽ അടിമ കിടത്താവുന്ന. അതിന് സാങ്കല്പികമായി ആ അടിമ കിടത്തി കഴിഞ്ഞാൽ ആയുഷ്കാലം ഏറ്റുമാനൂരപ്പന്റെ അടിമയായിരിക്കും. അതുപോലെ പിണറായി വിജയന്റെ മുമ്പിൽ അടിമ കിടത്താവുന്ന നേർച്ച നേടി വന്നിരിക്കുന്ന കുറേ ആൾക്കാരാണ് ഇതിന്റെ നേതാക്കന്മാർ. അതുപോലെ രാഷ്ട്രീയ രംഗത്ത് CPM അങ്ങനെ കുറെ അടിമ കിടത്തിയവരുണ്ട്. അല്ലെ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിലെ യുവ നേതാക്കന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടല്ലോ സാർ. ഒന്നോ അതിന് കോൺഗ്രസിൽ വളർന്നു വരാൻ ചാണ്ടികുമാനുണ്ട്, ഇപ്പം രാഹുൽ മാങ്കൂട്ടം പുറത്താണ്, ഷാഫിയുണ്ട്, VT ബൽറാം, ചാണ്ടി ഉമ്മൻ, CR മഹേഷ്, മറക്കാതെ പറയും CR പോരാടി ജയിച്ചവനാണ് CR മഹേഷ്. വിഷ്ണുനാഥ് തൊട്ടടുത്തുണ്ട്, അപ്പുറത്തെ കോൺസ്റ്റിറ്റ്യൂൻസി വിഷ്ണുനാഥുണ്ട്. ഈ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ റോജി M. ജോൺ, മോശമാണോ? റോജി M. ജോണ്. അബിൻ വർക്ക് ഇവിടെയുണ്ട്. വീണ ജോർജിന്റെ പിടലേക്ക് പിടിക്കാൻ റെഡിയായിട്ട് അബിൻ വർക്ക് നിൽപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ ചെറുപ്പക്കാരുടെ എണ്ണം പറയാൻ കോൺഗ്രസിൽ നിരയുണ്ട്. ഇവിടെ ഉണ്ട്. പക്ഷെ ഉണ്ടായിരുന്നു ഇവിടെയും. അവരെ എല്ലാം ഈ ജിൻഡോ ജോൺമാരെയും അബിൻ വർക്കിമാരെയും റോജി M. ജോൺമാരെയും എല്ലാം CPM വന്ധീകരണ ശസ്ത്രക്രിയ ചെയ്ത് ഒന്നിനും കൊള്ളാത്തവരാക്കി കോൺഗ്രസിൽ അല്ല CPM ഉണ്ടായിരുന്നവരെ. അതാണ് പറ്റി. നിങ്ങൾ സമ്പത്തിൻ്റെ ചർച്ച കേട്ടിട്ടുണ്ടോ? ഞാനതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഈമാർ ഗോഗോറയല്ല സമ്പത്ത് ചെയ്യുന്നത്, ബഹളം ഉണ്ടാക്കുകയില്ല. പ്രദീപ് കുമാർ ചെയ്യുന്ന അങ്ങനെയല്ല. ഇപ്പൊ കൊണ്ടുവരുന്നവർ എങ്ങനെയുണ്ട്? ആർഷോ, അനിൽകുമാർ. ഇവരുടെ കാലം കഴിഞ്ഞ് പുതിയൊരു സെറ്റ് ഓഫ് ലീഡർഷിപ്പ് CPM ഉണ്ടായി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം നാളത്തെ CPM കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഇനി ഒരു ചോദ്യം കൂടെ താങ്കളോട് ചോദിച്ചിട്ട് നടത്താം. ബംഗാളിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന്റെ പേരെന്ന് പറയാമെങ്കിൽ സന്തോഷം. എനിക്കറിയത്തില്ല, താങ്കൾക്ക് അറിയാമെന്നായിരുന്നു. കേരളം ബംഗാൾ പോലെ കേരളം. സാറേ, യുവാക്കളെ ആകർഷിക്കണ്ടേ സാറേ? യുവാക്കളെ ആകർഷിക്കണമെങ്കിൽ യുവാക്കൾ ഇറങ്ങി അവരോടൊപ്പം നിൽക്കുമ്പോഴല്ലേ സാറേ യുവാക്കൾ. മുസ്ലിം ലീഗിനെ ഏറ്റവും വലിയ പേടിയും ഭയവും സാറ് പറഞ്ഞത് തന്നെയാണ്. മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഷാഫിയുടെ വളർച്ചയാണ്. ഷാഫി വളരുമ്പോൾ മുസ്ലിം ലീഗിലെ അവരുടെ മക്കളൊക്കെ പോകുന്നത് ഷാഫി എന്ന കോൺഗ്രസ് നേതാവിന്റെ പിന്നാലെയാണ്. അപ്പം അവർക്ക് അവരുടെ ഉള്ളിൽ മതമുണ്ടെങ്കിലും അവർക്ക് ഷാഫിയോടൊപ്പം പോയി ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിൽക്കാനാണ് ഞങ്ങളുടെ ഭാവി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവാക്കൾ മുന്നോട്ട് വരുന്നത്. അപ്പൊ യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തികൾ ഈ CPM ധാരാളം ഉണ്ടായിരിക്കെ അവരെയൊക്കെ ഇങ്ങനെ മണ്ണിട്ട് മൂടി വെക്കുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ട് എന്താണ് നേട്ടം ഉണ്ടാകുന്നത്? നാളെ ഈ ലോകമുള്ള കാലം മുഴുവൻ പിണറായി വിജയന് LDFന്റെ മുകളിൽ ഇരിക്കാമെന്നും എന്നും മുഖ്യമന്ത്രിയായിരിക്കാമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകണം, മരുമോനെ മുന്നോട്ട് കൊണ്ടുവരാനാണെന്നൊക്കെ ആൾക്കാർ കമന്റ് ഇടും. നമുക്ക് അത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, റിയാസിന്റെ വളർച്ചയ്ക്ക് ഇവരൊക്കെ തടസ്സമായി പോകും എന്നുള്ളത് കൊണ്ടാണോ അദ്ദേഹത്തെ മാത്രം അവിടെ നിർത്തുകയും ബാക്കിയുള്ളവരെല്ലാം ഒതുക്കുകയും ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം സ്പീക്കർ പോലും ഇല്ലല്ലോ സാർ ഇപ്രാവശ്യം. ശംസീറിനെ വെട്ടിമാറ്റി തലശ്ശേരി സീറ്റിൽ വേറെ സനോജിന് കൊടുത്തു. മട്ടന്നൂർ സനോജിന് ഇങ്ങനെ ഈ ഒരു ഇദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നവരെ വെട്ടിനിർത്തുന്നതാണോ ഈ കാണുന്നത്? ഇവരുടെ പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ കണ്ണൂർ ലോബിയുടെ നിയന്ത്രണത്തിൽ പാർട്ടി നിൽക്കുമെന്നും പാർട്ടിക്ക് അടുത്ത ടൈമൂടെ ഭരണമുണ്ടെന്നും അല്ലെങ്കിൽ അടുത്ത ടൈം കഴിഞ്ഞു വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും മറ്റവൻ വിളഞ്ഞു പഴുക്കുമെന്ന് പറയല്ലേ, ആരെ മൂക്കണം. അവനെ മൂക്കാനുള്ള സമയമാണ് അടുത്ത UDFന്റെ 5 വർഷക്കാലം. അതിനിടയ്ക്ക് കേരളത്തിൽ നടക്കാൻ പോകുന്ന കലാപങ്ങളും ബഹളങ്ങളും സമരങ്ങളും എല്ലാം ഉണ്ടാവും. കാത്തിരുന്നോ നിങ്ങൾ? ഞങ്ങൾ കേരളം കത്തിക്കും. UDF ആണ് ഭരിക്കുന്നതെങ്കിൽ ഇവിടെ ഹർത്താലും സമരവുമായിരിക്കും. അവിടെ അതിന് മുമ്പിൽ തീപ്പന്തമായിട്ട് റിയാസ് മോൻ കാണും. റിയാസ് മോൻ കേരളത്തിൻ്റെ യുവജനങ്ങളുടെ അനിശ്ചിത നേതാവാകും എന്നൊക്കെയാണ് ഇവർ സ്വപ്നം കാണുന്നത്. പക്ഷേ കേരളം മാറിപ്പോയി, കേരളത്തിൻ്റെ ചെറുപ്പക്കാരത്തിൽ മാറിപ്പോയി, വിവേചന ബുദ്ധി അവർക്കുണ്ടായി. CPMലെ യുവാക്കളുടെ മനസ്സിൽ നമ്മളുടെ ഈ ആശങ്ക, നമ്മളുടെ ആശങ്ക നമ്മുടെ നിരീക്ഷകർ മാത്രമാണ്. നമ്മളുടെ ഈ ആശങ്ക എന്തുകൊണ്ടാണ് CPM യുവാക്കളിൽ ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് ഈ സ്വരാജിനെയൊക്കെ മാറ്റി നിർത്തേണ്ടത്? നല്ല തീപ്പൊരി പ്രസംഗം നടത്തുന്ന, കൃത്യമായി പ്രസ്ഥാനം നടത്തുന്ന, എന്നാൽ പിണറായിക്ക് വേണ്ടി തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന, ഇപ്പം പഴയതുപോലെയല്ല സ്വരാജ്. എന്ത് വൃത്തികേടുകൾക്കും ന്യായീകരണവുമായി എത്താൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ്. എന്നിട്ടും എന്തേ സ്വരാജിനെയൊക്കെ മാറ്റി നിർത്തുന്നത്? അത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണോ? 2 കാര്യങ്ങൾ ഞാൻ പറയാം. താങ്കൾ എന്നോട് ചോദിച്ചു ചിലരുടെ പേരെടുത്തപ്പോൾ കുറേ പേര് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട സ്വരാജിനെ മുമ്പായിട്ട് വേറെ ആളുടെ പേര് ആദ്യം പറയാം. ഹക്സർ എന്ന് പറഞ്ഞ ചാനൽ ചർച്ചകൾ അന്തസ്സായിട്ട് വന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടിരുന്ന ആളുണ്ടായിരുന്നു. ഹസ്കർ നബിയ UDFിലേക്ക് വന്നു, RSPയിലേക്ക് വന്നു. ഹസ്കർ അല്ലേ? പക്ഷെ മറിച്ച് സ്വരാജോ എന്നും പാർട്ടി നിൽക്കുകയല്ലേ? ഇന്നും പാർട്ടി നിൽക്കും. പിണറായി വിജയന്റെ വിധേയനായിട്ട് നിൽക്കുന്നതാണ് പറഞ്ഞത്. സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ല. അതെ, അച്യുതാനന്ദനെ 2 പറയേണ്ടി വന്നപ്പോഴും ഉപയോഗിച്ച ആയുധമായിരുന്നു. കോടാലിക്കൈ ആയി കഴിഞ്ഞാൽ ഒത്തിരി സ്ഥാനമാനങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ തൃപ്പൂണിത്തുറ തോറ്റുമില്ല. പിണറായി വിജയന് 2 മക്കളെ ഉള്ളൂ. ഇനി അത് പ്രതീക്ഷിക്കണ്ട.
ഇത് അങ്ങനെയാണ് സാർ പറഞ്ഞത്. അല്ല, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞാലും ഗൗരവത്തിൽ എടുത്താലും ഇല്ലെങ്കിലും റിയാസ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ പിണറായി വിജയൻ ഇനി എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയാൽ നേതാവായിട്ട് വളരാൻ പോകുന്നത് മിക്കവാറും വിവേക് വിജയനോ വീണ വിജയനോ ആയിരിക്കും. സംശയം വേണ്ട, ആ പാരമ്പര്യം ഉണ്ടായി കഴിഞ്ഞിരിക്കും. അതൊരു സാധ്യതയില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറയും. റിയാസിനെ സംബന്ധിച്ച് റിയാസിനെ ആരും കെട്ടിയിറക്കിയതൊന്നുമല്ല. റിയാസിന് ഇപ്പം അനർഹമായ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അവരുടെ യുവാക്കൾ തന്നെ സംസാരിക്കേണ്ട വിഷയമാണ്. അദ്ദേഹം SFIയിലും DYFIയിലും ഒക്കെ വളർന്നു വന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെക്കാട്ടിൽ ജൂനിയർ ആയിരുന്നു എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പോൾ മന്ത്രിപദം കിട്ടുന്നു, വീണ്ടും മത്സരിക്കാൻ അവസരം കിട്ടുന്നു. അതൊക്കെ തീർച്ചയായിട്ടും ഒരു പുരസ്കാരമാണ്. മകളുടെ ഭർത്താവ് എന്ന രീതിയിൽ അച്ഛൻ കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്. അത് സമ്മതിക്കാതിരിക്കാൻ നികത്തില്ല. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഷംസീറിനെയൊക്കെ വെട്ടി നിർത്തിയ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ കൂടെ ഒരു തവണ മാറ്റി നിർത്താമായിരുന്നില്ലേ? റിയാസിനെ മാറ്റി നിർത്തണ്ട. തോറ്റാൽ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്തം ആരുടെ പട്ടിൽ കേൾക്കുന്നറിയോ? തോറ്റാൽ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും അച്ഛൻ്റെയും അമ്മായിയച്ഛൻ്റെയും മരുമകൻ്റെയും പെരുവിക്കും. അതിൽ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ ആയിട്ട് റിയാസിനെ ഇപ്പോൾ ചിത്രീകരിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ ഒരു റൈറ്റ് ഹാൻഡാണ്. അപ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും റിയാസിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, LDF അധികാരത്തിൽ വരുന്നില്ല, ദയനീയമായി പരാജയപ്പെടുകയാണെങ്കിൽ വലിയ ഒരു ഗോളിളക്കം CPM സംഭവിക്കുമോ? പിണറായിക്കെതിരെ ഒരു പടയൊരുങ്ങി വരുമോ? ഉറപ്പായിട്ടും. അതിനുള്ള കഴുകത്തുള്ള നേതാക്കന്മാർ CPM ഉണ്ടോ? അല്ലല്ല, അത് ചവിട്ടി ഒതുക്കിയിരിക്കുന്നവരൊക്കെ പുനർജീവൻ വെച്ച് അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുമോ? അല്ലല്ല, CPM പിണറായിക്കെതിരെ ആഞ്ഞടിക്കേണ്ട ആവശ്യമില്ല. ഈ വാഴ വെട്ടിയിട്ട് കഴിഞ്ഞാൽ മരം വെട്ടുന്ന കണ്ടിട്ടുണ്ടല്ലോ, വെട്ടി അവസാനം ഇത്ര ഒരു പോട് പോലെ കാണുള്ളൂ. ഇങ്ങനെ സൈഡിൽ നിന്ന് ഒരു വെട്ട് കൊടുക്കുമ്പോൾ എത്ര വലിയ വൻമരാണെങ്കിലും മൂക്ക് കുത്തി താഴെ വീഴും. അതുപോലെ ഒരു വീഴ്ച പിണറായി വിജയനുണ്ടാവും. അപ്പം അങ്ങനെ വെട്ടി നിർത്തിയിരിക്കുകയാണ് പാർട്ടിക്കാരെല്ലാം കൂടെ ചേർത്ത് വെട്ട് വരുന്നു. അപ്പം ഇതാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ചർച്ചയുടെ വിഷയം. ഇതായിരുന്നു. കാരണം ഈ കോൺഗ്രസിൽ യുവനിരകൾ വളരുകയും CPMൽ യുവനിരകളെ എല്ലാം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് യുവാക്കളെ വളർത്തിയെടുക്കുന്നതിൽ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് വൈമുഖ്യം കാണിക്കുന്നത്? അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതല്ലേ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞങ്ങൾ സംസാരിച്ചു വെച്ചത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയമൊന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ, CPMന് വലിയ കോട്ടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ മറ്റൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.